ഓരോ മതങ്ങൾക്കും ഓരോ ദൈവങ്ങളാണോ? ഓരോ ദൈവങ്ങളും ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും മറ്റ് സകല മതഗ്രന്ഥങ്ങളും ഒരൊറ്റ മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മതം ഏതെന്നോ ഏത് മതസ്ഥരെന്നോ ഉള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ ഈ വളരെ ചുരുങ്ങിയ ആയുസ്സിൽ നമ്മുടെ ജന്മ ഉദ്ദേശം എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതിലാണ്. മതം ആചരിക്കാനുള്ളതാണ് എന്നതിന് പുറമെ എല്ലാ മതത്തിൻ്റെയും ഉദ്ദേശ്യം ഈശ്വരൻ, ഭക്തി എന്നുള്ളതാണ്. എല്ലാ മതങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെയും സത്തയും ഒന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് പാപം, പുണ്യം, ഭക്തി, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചെല്ലാം ഖുറാനാവട്ടെ, ബൈബിളാവട്ടെ, ഗീതയാവട്ടെ ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് വ്യത്യാസം? ഓരോ ഗ്രന്ഥങ്ങളും അത് പറയാനുണ്ടായ സാഹചര്യം. ബൈബിൾ യേശുവിനെ കൊല്ലാനായി പരക്കം പാഞ്ഞു നടന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ പാപത്തിൽ നിന്ന് മുക്തരാവുന്നതിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളൊരു ഗ്രന്ഥം എന്ന് പറയാം. പാപങ്ങൾ, അധർമ്മങ്ങളൊക്കെ പെരുകി വന്ന സമയത്ത് അങ്ങനെയുള്ളൊരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച ഗ്രന്ഥം. എന്നാൽ മറ്റ് ഗ്രന്ഥങ്ങളെ പോലെ തന്നെ യാഥാർത്ഥ്യങ്ങളെ ചിലപ്പോൾ വിപുലമായോ അല്ലെങ്കിൽ ചുരുക്കിയോ ഇതിലും പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും പുരാണങ്ങളെ നമുക്ക് പ്രധാനമായി 3 തരത്തിൽ വിഭജിക്കാം. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സാത്വിക ഗുണത്തിലുമുള്ള പുരാണങ്ങൾ എന്ന നിലയിൽ. അതെങ്ങനെ? ലോകത്തിൽ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സാത്വിക ഗുണത്തിലുമുള്ള ആളുകളുണ്ട്. എല്ലാവരെയും പ്രകൃതി, ഈശ്വരൻ ഒരുപോലെ അംഗീകരിക്കുന്നുമുണ്ട്. ഓരോരുത്തരുടെയും മനോനിലയിൽ നിന്നുകൊണ്ട് അവരെ ഉദ്ധരിക്കാൻ, ഭഗവാനിലേക്ക് എത്തിക്കാനാണ് ഓരോ ഗുണത്തിലുമുള്ള പുരാണങ്ങൾ ലക്ഷ്യമിടുന്നത്. അതായത് സത്ത ഒന്ന് തന്നെയാണെങ്കിലും പല പല സാഹചര്യത്തിൽ യാഥാർത്ഥ്യത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് വേദഗ്രന്ഥങ്ങൾ കുറെ കൂടി വിപുലവും സ്പഷ്ടവുമാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഏത് മതം അനുഷ്ഠിച്ചാലും ഏത് രീതി ആചരിച്ചാലും ഈശ്വരനെ, ഭഗവാനെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഈശ്വരനെ അറിയാൻ സാധിക്കുന്ന ഏത് മാർഗവും സ്വീകരിക്കാം, ഏത് മതവും സ്വീകരിക്കാം. എന്നാൽ ഇവിടെ മതഭേദമന്യേ ഭഗവാന്റെ, ആ ഒരൊറ്റ ഭഗവാന്റെ 500 വർഷം മുൻപുള്ള കലിയുഗ അവതാരമായ ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനെ അറിയാനുള്ള മാർഗം, പ്രക്രിയ, ഭക്തി പ്രക്രിയ നമുക്ക് കാണിച്ചു തരുന്നു. കലിയുഗത്തിലെ ഒരേ ഒരു ധർമ്മം നാമജപം, ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഒരു തവണയെങ്കിലും നമുക്ക് ഒരുമിച്ച് ഉച്ചരിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.